ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എൻ്റെ ഡെയിലി വ്ലോഗിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങൾക്കെല്ലാവർക്കും സുഖമാണോ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. രാവിലെ എല്ലാവരും കോഫി കുടിച്ചോ? ഒരുപാട് പുതിയ കൂട്ടുകാർ എൻ്റെ ബ്ലോഗ് കാണുന്നതായിട്ട് കാണുന്നുണ്ട്. അവരൊക്കെ എനിക്ക് കമൻറ്റും ലൈക്കും ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് നന്ദി കേട്ടോ. നിങ്ങളൊക്കെ കാണാനുണ്ടെങ്കിലല്ലേ ഞാൻ വീഡിയോസ് ഇട്ടിട്ട് കാര്യമുള്ളൂ. നിങ്ങൾ കാണുമ്പോൾ ഒരു ലൈക്ക്, ഒരു കമൻറ്റ്, ഇതൊക്കെ ഒന്ന് ചെയ്തു പോണേ. നിങ്ങളുടെ ആ സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളേ. എനിക്ക് സ്ഥിരം കമൻ്റ് ഇടുന്നവരുടെ പേര് ഞാൻ പറയുന്നതാണോ നിങ്ങൾക്കിഷ്ടം, അതോ പറയാത്തതാണോ ഇഷ്ടമെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ ഞങ്ങൾ എവിടെ ചെന്നാലും എന്നെ എൻ്റെ ചക്കീനെയും എല്ലാവരും തിരിച്ചറിയുവേ. നിങ്ങളല്ലേ മറ്റേ വീഡിയോസ് ചെയ്യുന്നവരും ചോദിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുവേ. ഒരുപാട് നന്ദി. നിങ്ങളുടെ സപ്പോർട്ടുള്ളത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ കുറച്ച് മെസ്സേജ് വന്നിട്ടുണ്ട്, കിച്ചുമോനെ എന്താ വീഡിയോസിൽ ഉൾപ്പെടുത്താത്തതെന്ന്. അത് കിച്ചുമോനിക്ക് താല്പര്യമില്ലായേ. എന്നാലും ഞാൻ ചിലപ്പോൾ ഒക്കെ അവൻ്റെ വീഡിയോസ് എടുത്തിടാറുണ്ട്. അവന് താല്പര്യം കുറവായതുകൊണ്ട് ഞാൻ അവനെ നിർബന്ധിക്കാറില്ല. ഞാൻ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും എനിക്ക് ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടി. അവരെൻ്റെ വിശേഷങ്ങളൊക്കെ എന്നും അന്വേഷിക്കും. എനിക്ക് മെസ്സേജൊക്കെ ഇട്ട് ചോദിക്കുന്ന കാണുമ്പോൾ ഒരുപാട് സന്തോഷമാണ്. അവർ എന്നോട് അതുപോലെ സ്നേഹമുള്ളത് കൊണ്ടാണല്ലോ അവരെൻ്റെ ഓരോ കാര്യങ്ങളും അന്വേഷിക്കുന്നതൊക്കെ. അതുപോലെ എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച ഒത്തിരി കുട്ടികളുടെ കോണ്ടാക്റ്റൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയായിരുന്നു. അവരൊക്കെ ഇപ്പം എന്നെ തിരിച്ചു വിളിക്കുന്നുണ്ട് എൻ്റെ ബ്ലോഗ് കണ്ടിട്ടാണ്. അതൊക്കെ ഒരു നല്ല കാര്യമാണ്. പിന്നെ ഞാൻ ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായേ. ആദ്യമൊക്കെ ഞാൻ ബ്ലോഗ് ചെയ്യുമ്പോൾ എൻ്റെ കുടുംബത്തിൽ നിന്നും അതുപോലെ എനിക്ക് ഒരുപാട് അടുപ്പമുള്ള, എനിക്ക് അതുപോലെ ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ എന്നെ ഒരുപാട് മോശമായിട്ട് എന്നെക്കുറിച്ച് സംസാരിക്കുകയും അവരൊക്കെ ഞാൻ എന്തോ മോശം കാര്യം ചെയ്യുന്ന രീതിയിൽ എന്നെ ഒറ്റപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലൊന്നും തളരാതെ പിടിച്ചു നിന്ന് മുമ്പോട്ട് തന്നെ പോയി. ഇപ്പോൾ എന്നെക്കുറിച്ച് മോശം പറഞ്ഞ ആൾക്കാരൊക്കെ എന്നെ തേടി വരാൻ തുടങ്ങി. എൻ്റെ വിശേഷങ്ങൾ ഇങ്ങോട്ട് അന്വേഷിച്ച് വരുന്നു, എന്നെ ഫോൺ വിളിക്കുന്നു, എന്ത് വിശേഷമെന്ന് ചോദിക്കുന്നു. നല്ലതാകട്ടെ, ഞങ്ങൾ വീഡിയോസൊക്കെ കാണുന്നുണ്ടെന്ന് ഈ മോശം പറഞ്ഞവർ തന്നെ പറയാൻ തുടങ്ങി. മറ്റുള്ളവർ എന്നെ കുറ്റപ്പെടുത്തിയ സമയത്ത് ഞാൻ എൻ്റെ ഇക്കുവിനോട് ചോദിച്ച് ഞാൻ ഇനി ബ്ലോഗ് ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ ഇക്കു പറഞ്ഞ്, നീ ആരും പറയുന്നത് കേൾക്കണ്ട, നീ ധൈര്യമായിട്ട് മുന്നോട്ട് തന്നെ പൊക്കോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. അങ്ങനെ എനിക്ക് തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഈ 3 വർഷമായിട്ടും ഇങ്ങനെ ബ്ലോഗ് ചെയ്യുന്നതും ഇതിൽ നിന്നും ചെറിയൊരു വരുമാനം എനിക്ക് കിട്ടിത്തുടങ്ങിയത്. എനിക്ക് വരുമാനം കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഇപ്പം എന്നെ കുറ്റപ്പെടുത്തിയവരൊക്കെ എന്നെ തേടി വരാൻ തുടങ്ങിയത്. ഇതാണ് മനുഷ്യരുടെ സ്വഭാവം. അന്ന് ഞാൻ എന്നെ കുറ്റപ്പെടുത്തിയ സമയത്ത് ഇതെല്ലാം പൂട്ടിക്കെട്ടി നിർത്തി വെച്ചിരുന്നെങ്കിലോ ഈ കുറ്റം പറഞ്ഞവർക്കൊക്കെ ഒരു സന്തോഷമായേനെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, മറ്റുള്ളവർ പറയുന്ന കേട്ട് ആരും ജീവിക്കരുത്. നിങ്ങൾക്ക് ശരിയെന്നുള്ള കാര്യം മാത്രം ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒന്നും ചെയ്യരുത്. അവനവനിക്ക് ശരി എന്താണോ അതേ ചെയ്യാവുള്ളൂ. ഞാനിന്ന് രാവിലെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ വേണ്ടി പയറും കറി വെച്ചു, അതുപോലെ ചിക്കനും വറുത്തു, പിന്നെ ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്, അച്ചാറും. കിച്ചുമോനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ചക്കി ഇതൊന്നും കൂട്ടുകയില്ലായി. ചക്കിക്ക് ചിക്കൻ മാത്രം മതി. അപ്പോഴേക്കും കുറച്ച് പാത്രമായി. ഞാൻ പിന്നെ അതെല്ലാം ഒന്ന് പെട്ടെന്ന് കഴുകിയെടുത്ത് പിന്നെ ലഞ്ചും വാട്ടർ ബോട്ടിലും ഒക്കെ കൊണ്ട് ബാഗിൽ കൊണ്ടേ വെച്ചു. ചക്കിയോട് ഞാൻ പറഞ്ഞ്, ഇപ്പോൾ 2-3 ദിവസമായിട്ട് നീ വാട്ടർ ബോട്ടിൽ കൊണ്ടുവരുന്നുണ്ട്, ഇന്നും കൊണ്ടുവരണേന്നൊക്കെ പറഞ്ഞ്. ചക്കിയെല്ലാം സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയ അരിക്ക് ശകലം വേവ് കൂടുതലാണ്. അതുകൊണ്ട് എന്ത് ചെയ്താൽ രാവിലെ വേകുകയല്ല. ഇപ്പം ഞാൻ രാത്രി തിളപ്പിച്ച് റൈസ് കുക്കറിൽ ഇറക്കി വെച്ചിട്ടാണ്. അതുപോലെയാണോ നിങ്ങൾ ചെയ്യുന്നത്, അതോ നിങ്ങൾ രാവിലെയാണോ ചോറ് റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ചക്കീനെ പെട്ടെന്ന് കുളിപ്പിച്ചൊരുക്കി റെഡിയാക്കി. ചക്കി ഓൾറെഡി സുന്ദരനാണല്ലോ, എന്നാലും ഒന്നും കൂടെ സുന്ദരനാക്കുവാണ്. അപ്പം ചക്കി പറയുവാണ്, ഞാൻ കുറേ ദിവസമായിട്ട് സ്കൂളിൽ പോകുന്നുണ്ട്, എനിക്ക് ഒരു ലീവ് പോലും ഉമ്മി തരുന്നില്ല, ഒരു പനി വന്നാൽ പോലും ഉമ്മി ലീവ് തരികയില്ല, ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ എന്ന്. ഞാൻ പറഞ്ഞ്, ഇനിയിപ്പോൾ ഇന്നും നാളെയും കൂടെ പോയാൽ 2 ദിവസം ലീവ് തരാമെന്ന്. ആദ്യമൊക്കെ ഞാൻ അങ്ങനെയായിരുന്നു ചക്കിയോട് പറയുന്നത്, 5 ദിവസം പോയാൽ 2 ദിവസം ലീവ് തരുമെന്ന്. അപ്പോൾ ചക്കി ആദ്യമൊക്കെ അത് വിശ്വസിക്കുമായിരുന്നു. ഇപ്പോൾ ചക്കിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറയും, അത് സ്കൂളുകാർ തരുന്ന ലീവ് അല്ലാതെ ഉമ്മി തരുന്നതല്ലെന്ന്. പിന്നെ ഞങ്ങൾ ചക്കീനെ ബസ്സൊക്കെ കയറ്റിയിടാൻ വേണ്ടി പോയി. ബസ് വന്നു. ചക്കി ബസ്സേ കയറുന്ന കാണിക്കാത്തത് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നല്ലോ. കുറേ കുട്ടികൾ വേറെയും ഉണ്ട്, അവർക്കൊരു ബുദ്ധിമുട്ടാകണ്ട നമ്മൾ വീഡിയോസ് എടുത്തിട്ട്. അതുകൊണ്ടാണ് അവൻ്റെ വീഡിയോ ഞാൻ എടുക്കാത്തത്. അപ്പോൾ ശരി, അടുത്തൊരു വീഡിയോയുമായി വരാം.